ഹായ് സ്റ്റുഡൻസ്, കേരളത്തിലെ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവലിന് എന്ത് സംഭവിച്ചു? ഇപ്പോ ഈ പറയുന്ന 30 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന നീറ്റ് എക്സാമിന്റെ ഈ വർഷത്തെ പഠിക്കുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അല്ലെങ്കിൽ ഒരു ട്രെൻഡാണ്. അതായത് ലാസ്റ്റ് 30 ഡേയ്സ് ഈ കുട്ടികൾ സ്വന്തമായി കുറച്ച് ഡിസിഷൻസ് എടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി വീട്ടിൽ പോയിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഇനി മോക്ക് ടെസ്റ്റുകൾ എഴുതണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. അതൊരു ഡേഞ്ചറസ് ട്രെൻഡ് ആണെന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഒരു വർഷം, അതായത് ഏകദേശം 10 മാസത്തിന് മുകളിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ എത്തുമ്പോൾ ഏറ്റവും കീ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളത്. മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളതും അതേപോലെ ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയറിൽ നിന്ന് പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ മോക്ക് ടെസ്റ്റുകൾ എത്രത്തോളം എഴുതുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നീറ്റിൽ മാർക്കുകൾ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണണം, നിങ്ങൾ ടഫ് ക്വസ്റ്റ്യൻസ് കാണണം, ഈസി ക്വസ്റ്റ്യൻസ് കാണണം. ചില കുട്ടികൾ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസിന് അത്രയ്ക്ക് മാർക്ക് അങ്ങോട്ട് കൂടുന്നില്ല. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും എക്സാംസ് എപ്പോഴും നിങ്ങൾക്ക് ഈസി ആയി കിട്ടണമെന്നില്ല. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ടീച്ചേഴ്സ് സെറ്റ് ചെയ്യുക. അപ്പൊ അതിൽ ടഫ് ഉണ്ടാവും, ഈസി ഉണ്ടാവും. കാരണം നിങ്ങൾ എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരിക്കണം. നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇതുവരെ ഔട്ട് ആയിട്ടില്ല. അപ്പൊ നീറ്റ് എക്സാമിൽ എന്തും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരം ക്വസ്റ്റ്യൻസും എഴുതി പഠിക്കുന്നതാണ് നല്ലത്. ഇനി ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇനിഷ്യലി നിങ്ങൾക്ക് ഈ പറയുന്ന ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നതിന് ശേഷം പതിയെ പതിയെ എന്ത് ചെയ്യും, ഗ്രാജുവലി നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് 3 ഇയേഴ്സിലെ നീറ്റിന്റെ പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ ലാസ്റ്റ് മിനിറ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും കൂടും, മാർക്കും കൂടും. അതേപോലെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. ആക്ച്വലി എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഏകദേശം ഒരു 50 മോക്ക് ടെസ്റ്റോളം എഴുതണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എത്രത്തോളം എഴുതാൻ പറ്റും അത്രയും നല്ലത് തന്നെയാണ്. 50 എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പൊ ഈ കുട്ടികൾ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് പലതാണ്. ചിലപ്പോൾ പറയുന്നുണ്ടാവും ചൂടാണ്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം, മാർച്ച് ഏപ്രിൽ ടൈം എന്ന് പറയുന്നത് ചൂടുള്ള സമയമാണ്. അപ്പം ഇത് എല്ലാ കാലത്തും നമുക്ക് ഇതിൽ നിന്ന് ഒളിച്ചോടാനൊന്നും പറ്റില്ല. അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾ ചൂടിൽ നിന്ന് മാറി നിന്നു എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സഫറിങ്സ് എല്ലായിടത്തും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സഫർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുക, അവിടെ നിന്ന് തന്നെ പഠിക്കാം. ചൂട് പറയുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ടെൻഷൻ കയറിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഇരട്ടി ടെൻഷനാണ് വരാൻ പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പഠിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നുള്ള സിറ്റുവേഷൻസ് ചിലപ്പോൾ വേറെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അവിടുമായിട്ട് മാച്ച് ചെയ്ത് വരാൻ സമയമെടുക്കും. അതേപോലെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരാം, നിങ്ങൾക്ക് അവിടെ ഫംഗ്ഷൻസ് ഉണ്ടാവും, ഇങ്ങനത്തെ പല കാര്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് കംപ്ലീഷൻ നടത്തിയിട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു 3 ഡേയ്സ് ബാക്കി നിൽക്കുമ്പോൾ, നീറ്റിന് ഒരു 3 ഡേയ്സ് ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോവുക, സ്വസ്ഥമായി ഇരിക്കുക, എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക, എക്സാം എഴുതാൻ പോവുക. ഇനിയും നിങ്ങൾക്ക് ഇതേപോലെ ടിപ്സുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.